ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ സെന്ററിലേക്കുള്ള ഒരു ട്രാവൽ വ്ലോഗാണ്. ഞാൻ ബാംഗ്ലൂരിലെ ചിക്കാബലപൂരിലുള്ള ഇഷ സെന്ററിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് മുൻപ് കോയമ്പത്തൂരിൽ മാത്രമായിരുന്നു ഇഷ സെന്റർ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അതിൻ്റെ ഒരു മിനി വേർഷൻ നമ്മുടെ ചിക്കാബലപൂരിലും ഉണ്ട്. മിനി വേർഷൻ എന്ന് പറഞ്ഞതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കോയമ്പത്തൂരിലെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ശിവന്റെ സ്റ്റാച്ചു ഒക്കെ അവിടെ ഉണ്ട്. അത് കാണാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഏകദേശം 78 കിലോമീറ്റർ ആയിരുന്നു ദൂരം ഉണ്ടായിരുന്നത്. അങ്ങോട്ടേക്കുള്ള വഴി തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ല ഒരു ഏതോ ഒരു ഗ്രാമത്തിലേക്കൊക്കെ എത്തിയൊരു ഫീലായിരുന്നു കേട്ടോ. ബാംഗ്ലൂരിലാണെന്ന് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരുപാട് കൃഷിയും പാടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പോകുന്ന വഴിയിൽ ഞങ്ങളത് ഈ ഒരു പുള്ളിക്കാരിൻ്റെ കടയിൽ നിന്ന് കരിക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിക്കണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ ഇവിടെ അതില്ല എന്ന് കണ്ടത് കാരണം കരിക്ക് കുടിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. കാരണം മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഷോപ്സ് ഉണ്ടോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിരുന്നു ഇവിടെ വരുന്നത്. ഇത് ആ ഷോപ്പിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ ആണ്. ഇത് കണ്ടാൽ ബാംഗ്ലൂർ ആണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ബാംഗ്ലൂരിൽ നമ്മൾ കാണുന്നതൊക്കെ സാധാരണ ബിൽഡിങ്സും ട്രാഫിക്കും ഒക്കെ ആണല്ലോ. ഇങ്ങനെയും സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ ഇപ്പോഴാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അങ്ങനെ കരിക്കും കുടിച്ച് ഞങ്ങൾ അവിടുന്ന് യാത്ര തുടങ്ങി. ഏകദേശം ഇഷ സെന്ററിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി ഞങ്ങൾ. ഞങ്ങൾ ഏകദേശം 3:30 സമയത്തായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആൻഡ് ഇവിടെ എത്തുമ്പോഴേക്കും 6 മണി ആയിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം 2.5 മണിക്കൂർ അല്ലേ, 2.25 മണിക്കൂറായിരുന്നു ഗൂഗിളിൽ കാണിച്ചത്. പിന്നെ ഒരു 1/4 മണിക്കൂർ ഞങ്ങൾക്ക് ചെറിയൊരു ട്രാഫിക് കിട്ടിയത് കാരണമാണ് ചെറിയ ആ ഒരു ഡിലേ വന്നത്. എൻട്രൻസിൽ എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇങ്ങനെ കുറച്ച് സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അവിടെ നമുക്ക് എന്തെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇതിൻ്റെ അടുത്തായിട്ട് ആ സ്റ്റാൾ വെച്ചിട്ടില്ല, കുറച്ച് ദൂരെ ആയിട്ടാണ് അത് വരുന്നത്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി വരികയാണെങ്കിൽ. ഇവിടെ എൻട്രി കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പക്ഷെ ഇവിടെ പാർക്കിംഗ് ഫീ വരുന്നുണ്ട്. ഞങ്ങളെ കയ്യിൽ നിന്ന് 20 രൂപയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വന്ന ദിവസം സാറ്റർഡേ ആയതുകൊണ്ടും ഈവനിങ് ആയതുകൊണ്ടും നല്ല തിരക്കുണ്ടായിരുന്നു. ഇത്രയും ബൈക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. അങ്ങനെ ഗൈസ്, ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി. കാരണം ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാൻ 2.5 മണിക്കൂറൊക്കെ ഇങ്ങനെ ബൈക്കിലിരിക്കുന്നത്. അതിൻ്റെതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് ക്ഷീണം പിടിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അവിടെ എത്തുമ്പോഴേക്കും തന്നെ ഞാൻ ആകെ ഫുൾ വയ്യാണ്ടായ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക്. അവിടെ നമുക്ക് ചെരുപ്പ് ഇട്ടിട്ട് പോകാൻ പറ്റുമെന്ന് അറിയാത്തത് കാരണം ഞങ്ങളിവിടെ വണ്ടിയിൽ തന്നെ ചെരുപ്പ് അഴിച്ച് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം വേറെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അത് അവിടെ ഉണ്ടാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ അഴിച്ചു വെച്ചിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എത്തിയ സമയത്ത് അവിടെ എന്തോ ഒരു പൂജ നടക്കുന്ന കാരണം ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ഉള്ളിലേക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു ക്യൂ അവിടെ ഉണ്ടായി. ജസ്റ്റ് 5 മിനിറ്റ് നേരത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ഇഷ സെൻറ്ററിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബിഗ്ഗസ്റ്റ് ശിവ സ്റ്റാച്യു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ. പക്ഷെ ചെറിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും ക്രൗഡഡ് ആയത് കാരണം നല്ല ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. 112 അടി ഉയരം ആണ് ഈ ഒരു സ്റ്റാച്യുവിൻ്റെ ഹൈറ്റ് വരുന്നത്. അതായത് കോയമ്പത്തൂരുള്ള ശിവന്റെ സ്റ്റാച്യുവിൻ്റെ സെയിം ഹൈറ്റിൽ തന്നെയാണ് ഈ ഒരു ശിവന്റെ സ്റ്റാച്യുവും നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ ഈ 112 എന്ന് പറയുന്നത് ഒരു റാൻഡം വാല്യൂ ആയിട്ട് എടുത്തതല്ല കേട്ടോ. അതായത് യോഗശാസ്ത്രത്തിൽ മോക്ഷം അല്ലെങ്കിൽ ആത്മീയ വളർച്ച കിട്ടാൻ വേണ്ടിയിട്ട് 112 മാർഗങ്ങളാണ് ഉള്ളത് എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു വാല്യൂവിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ ഒരു സ്റ്റാച്യുവിന് ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ ഹൈറ്റ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു 7:15 ആയപ്പോൾ അവിടെ ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാ ദിവസവും ലേസർ ഷോ ഉണ്ട് കേട്ടോ. സെയിം ടൈമിൽ തന്നെയാണ് വരുന്നത്. അതുമാത്രമല്ല ഈ ലേസർ ഷോ 1/4 മണിക്കൂറാണ് കേട്ടോ ഡ്യൂറേഷൻ വരുന്നത്. ലേസർ ഷോൻ്റെ ഫുൾ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 7:30 ആയപ്പോൾ ലേസർ ഷോ ഫിനിഷായി. അതിനുശേഷം ഞങ്ങൾ അവിടെ ഫുൾ ഒന്ന് ചുറ്റിക്കറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു.
അങ്ങനെ അതിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ഇങ്ങനെ പ്രസാദ കൗണ്ടർ കണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പ്രസാദമൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. സോ ഇത് എന്താ സംഭവം, എന്താ പ്രസാദം എന്നൊന്നും അറിയാത്തത് കാരണം ഞങ്ങളൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഇതിന് പൈസ എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. സോ ഇത് കാണാൻ നല്ലൊരു ബ്ലാക്ക് കളറിൽ ഒരു ഉണ്ടയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചു നോക്കാൻ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയത്തില്ലല്ലോ. പക്ഷേ ഇത് കഴിച്ചപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക, നമ്മുടെ എള്ളുണ്ടൊക്കെ ഉണ്ടല്ലോ, സോ അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. എള്ളുണ്ടൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പ്രസാദമൊക്കെ കഴിച്ച് പുറത്തിറങ്ങുമ്പോൾ ഇത് എല്ലാവരും ഇങ്ങനെ ഈ ഒരു 2 വീല് കറക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സോ ഞങ്ങളും അവിടെ പോയി ട്രൈ ചെയ്തു. ഇത് എന്താ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല. സോ ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യും കേട്ടോ. കുറച്ച് ഫ്രിക്ഷൻ ഉണ്ട്. അങ്ങനെ അവിടുന്ന് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും 8:30 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കിനി വീണ്ടും 2.5 മണിക്കൂർ ഡ്രൈവ് ഉള്ളത് കാരണം ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ്. സോ ഇവിടെ ഇങ്ങനെ 1-2 റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റൊക്കെ ആയിരുന്നു. ഇവിടുത്തെ സൈഡിൽ ശിവൻ്റെ ഒരു ചെറിയൊരു സ്റ്റാച്യു ഉണ്ടായിരുന്നു. പിന്നെ അതേ ഇങ്ങനെ കുറേ സ്റ്റാളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ ആദിയോഗി റിലേറ്റഡ് എന്തെങ്കിലും ബുക്സും പിന്നെ ഇതുപോലെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ ഇവിടെ ഒറിജിനൽ രുദ്രാക്ഷം കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അതും കൂടി ഞങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇതൊക്കെയാണ് കേട്ടോ രുദ്രാക്ഷത്തിൻ്റെ ഓരോരോ ടൈപ്പ് മാലകൾ വരുന്നത്. സോ അതിൽ രുദ്രാക്ഷത്തിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് റേറ്റ് കുറയും, സൈസ് കുറയുമ്പോൾ റേറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ വേറെയും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഡ്രസ്സും അങ്ങനെ പല ടൈപ്പ് സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റാളൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. സോ ഞാൻ ഇഡലി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവരൊക്കെ ദോശയായിരുന്നു. സോ സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല സോഫ്റ്റ് ആൻഡ് അത്രയും നല്ലൊരു ഇഡലിയായിരുന്നു കേട്ടോ. ഞാൻ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ലൊരു ഇഡലി എവിടെ നിന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് പൊങ്കാലക്ക് പോയതിനെ ഒരാഴ്ച മുൻപായിരുന്നു കേട്ടോ. സോ ആ പൊങ്കാലേൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാം. പൊങ്കാലക്ക് പോകുമ്പോൾ നമ്മൾ 14 ദിവസം വ്രതം എടുത്തിട്ട് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഈ ഒരു ടൈമിലൊക്കെ വ്രതത്തിലായിരുന്നു. അതായത് നമുക്ക് നോൺ വെജ് ഒന്നും തന്നെ കഴിക്കാൻ പറ്റില്ല. സോ അതൊക്കെ കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് തന്നെ വെജ് നോക്കിയിട്ട് ഫുഡ് കഴിച്ചിട്ടായിരുന്നു കേട്ടോ പോയത്. അങ്ങനെ ഫുഡും കൂടെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം തന്നെ ഏകദേശം 9:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വേണം ഞങ്ങൾക്ക് 2.5 മണിക്കൂർ ട്രാവൽ ചെയ്യാൻ. അത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് ആയിട്ട് കാണുന്നവരേക്കും ബൈ.